ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ സ്നേഹിക്കപ്പെട്ട വിശ്വാസികളായ പ്രിയപ്പെട്ടവർക്ക് എൻ്റെ വന്ദനം. ദൈവത്തിന് സ്തോത്രം. നാം ചിന്തിച്ചു വന്നിരുന്നതായ വേദഭാഗം ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം ഇവയാൽ ഉളവാകുന്ന ദൈവസ്നേഹം. അതിൻ്റെ ആധാരമായ വാക്യം നമുക്കൊന്നുകൂടെ വായിച്ചു കേൾക്കാം. തീമോത്തിയോസിന് അപ്പോസ്തലൻ പൗലോസ് എഴുതിയതായ ലേഖനം, 1 അധ്യായത്തിൻ്റെ 5 വാക്യം. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം. നിർവ്യാജ വിശ്വാസം എന്നുള്ള വിഷയമാണ് ഇപ്പോൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം ഇവയാൽ ദൈവസ്നേഹം ഉളവാകുന്നു. ദൈവസ്നേഹം ഉളവാകണമെങ്കിൽ ഒരു ശുദ്ധഹൃദയം വേണം, ഒരു നല്ല മനസാക്ഷി വേണം. വചനം സ്വീകരിക്കാനും വചനം വിശ്വസിക്കുവാനും വചനം അനുസരിക്കുവാനുള്ള ആ മനസാന്നിധ്യം, മനസ്സൊരുക്കം, അതാണ് നല്ല മനസാക്ഷി. പിന്നെ 3-ാമത്തെ കാര്യമാണ് നിർവ്യാജമായ വിശ്വാസം. നിർവ്യാജ വിശ്വാസം, ഒരു സിമ്പിൾ ഫെയ്ത്ത്, an ആർഡൻറ്റ് ഫെയ്ത്ത്, ഹൃദയപ്രകാരമുള്ള ഒരു വിശ്വാസം, ദൈവസ്നേഹത്താൽ പ്രചോദിപ്പിക്കപ്പെട്ടതായ വിശ്വാസം, അതാണ് നിർവ്യാജമായ വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആ നിർവ്യാജ വിശ്വാസത്തെക്കുറിച്ച് ഇനിയും കുറച്ച് കാര്യങ്ങളോട് ചിന്തിക്കുവാം. 1 കൊരിന്ത്യർ ലേഖനം 1 അധ്യായം 18 മുതലുള്ള 25 വരെയുള്ള വാക്യങ്ങൾ നമുക്കിപ്പോൾ ഒന്ന് വായിച്ചു കേൾക്കാം. 1 കൊരിന്ത്യർ 1:18 മുതൽ 25 വരെ. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരേക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരേക്കാൾ ബലമേറിയതുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നിർവ്യാജമായ ഒരു വിശ്വാസത്തിന് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ബുദ്ധിയാണ്, സ്വന്തം ബുദ്ധിയാണ്. സ്വന്തം ബുദ്ധിയും സ്വന്തം ശക്തിയും. സ്വന്തം ബുദ്ധിയിൽ അപഗ്രഥിച്ചാൽ വിശ്വാസം ഒരിക്കലും സംജാതമാകുകയില്ല. പ്രിയപ്പെട്ടവരെ, ബുദ്ധി മാറ്റിവെച്ചിട്ട്, സ്വന്തം ബുദ്ധി മാറ്റിവെച്ചിട്ട് കർത്താവായ യേശുവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിനെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നാം സ്വീകരിച്ചാൽ അവിടെ വിശ്വാസം സംജാതമാകും. അവിടെ നിർവ്യാജമായൊരു വിശ്വാസം ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോസ്തലൻ വളരെ വളരെ റൂഡ് ആയ ഒരു ലാംഗ്വേജാണ്. എന്താണ് ഈ ശക്തി, ഓരോരുത്തരുടെ ബുദ്ധിയും ശക്തിയും എല്ലാം ഓരോരുത്തർ പ്രയോഗിക്കുന്നത് കണ്ടപ്പോൾ പ്രിയപ്പെട്ടവർ, അപ്പോസ്തലൻ്റെ ഉള്ളം വേദനിച്ചുകൊണ്ടാണ് പറയുന്നത്. അക്കാലത്ത് ദൈവത്തിന് സ്തോത്രം, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാവുന്നു. ചിലർ ഈ ക്രൂശിൻ്റെ വചനം തന്നെ ചിലർക്ക് രക്ഷയാകും, ചിലർക്ക് ശിക്ഷയാകും. എന്തുകൊണ്ട്? ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. അവർ നശിച്ചു പോകുന്ന തരത്തിലുള്ളതാണ് വചനം അവർ കേൾക്കുന്നത്, സ്വീകരിക്കുകയല്ല ചെയ്യുന്നത്, ബുദ്ധിയിൽ അപഗ്രഥിക്കുകയാണ്. നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയുമാകുന്നു. ഈ ദൈവശക്തി വെളിപ്പെടണമെങ്കിൽ മനുഷ്യൻ്റെ ശക്തി താഴെ വയ്ക്കണം. ദൈവവിശ്വാസം സംജാതമാവണമെങ്കിൽ മനുഷ്യൻ്റെ ബുദ്ധി താഴെ വയ്ക്കണം. പ്രിയപ്പെട്ടവർ, ദൈവത്തിന് സ്തോത്രം. ഒരു തുളുമ്പി നിറഞ്ഞു നിൽക്കുന്നതായൊരു കുടത്തിലേക്ക് പിന്നെ വെള്ളം ചെന്നാൽ അതിൽ നിൽക്കില്ല.
വെള്ളം ഒഴുകി താഴെ പോകും പ്രിയപ്പെട്ടവർ. കാരണം അത് നിറഞ്ഞു നിൽക്കുകയാണ്. ചില മലിനജലം അല്ലെങ്കിൽ ചെളിവെള്ളം അല്ലെങ്കിൽ വളരെ കരടും പൊടിയുമെല്ലാം ഉള്ളതായ വെള്ളം ഒരു പാത്രത്തിൽ നിറച്ച് വെച്ചിട്ട് പിന്നെ അതിലേക്ക് നല്ല ശുദ്ധജലം ഒഴിച്ചാലോ നിൽക്കുമോ? അവിടെ നിൽക്കില്ല പ്രിയപ്പെട്ടവർ. അതുപോലെ മനുഷ്യൻ്റെ ബുദ്ധിയും ശക്തിയും സ്വയ ആശ്രയവും നിറഞ്ഞു നിൽക്കുമ്പോൾ വചനം അവർ സ്വീകരിക്കാൻ പറ്റുകയില്ല. വചനം ഒഴുകിപ്പോകും. അതുകൊണ്ടാണ് പറയുന്നത് ക്രൂശിൻ്റെ വചനം ഇത് വിലയേറിയ വചനമാണ്. ഇത് വില കൊടുത്ത വചനമാണ്. ഒരാൾ ജീവൻ കൊടുത്ത വചനമാണ്. ക്രൂശിൽ തൂങ്ങി ജീവൻ തന്ന വചനമാണ്. ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. എൻ്റെ ദൈവമേ, നിസ്സാരമാണോ? ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അതെന്തിനു വേണ്ടിയാണ് അവൻ ക്രൂശിൽ മരിച്ചത്? അത് എനിക്ക് വേണ്ടിയാണ്, മകനെ നിനക്ക് വേണ്ടിയാണ്. ഇതാണ് പ്രസംഗം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു നിൻ്റെ പാപങ്ങളെ ചുമന്നുകൊണ്ടാണ് ക്രൂശിന്മേൽ കയറിയത്. പ്രിയപ്പെട്ടവരെ, ഈ യേശുവിനെ പിതാവാം ദൈവം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നതാണ്. അവരോടുകൂടെ സകലവും തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ യേശുവിനെയാണ് പ്രസംഗിക്കുന്നത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു സ്വർഗം വില കൊടുത്തു, സ്വന്തം ജീവനെ കൊടുത്തു, സ്വന്തം മകനെ കൊടുത്തു. ആ പുത്രനായ ക്രിസ്തു സ്വന്തം ജീവൻ കൊടുത്തു, സ്വന്തം രക്തം ഊറ്റിത്തന്നു, വിലയേറിയ രക്തം. അതുകൊണ്ട് ക്രൂശിൻ്റെ വചനം വിലയേറിയതാണ്. ആ വിലയേറിയതായ ക്രൂശിൻ്റെ വചനം ശുദ്ധ ഹൃദയത്തോടെ നിർവ്യാജമായ വിശ്വാസത്തോടെ സ്വീകരിച്ചില്ലെങ്കിൽ നാശമാണ്. നശിച്ചു പോകുന്നവർക്ക് ഈ കേൾക്കുന്ന വചനമെല്ലാം പോഷത്വമാണ്. ഇതൊക്കെ എങ്ങനെ ഉപദേശികൾ പ്രസംഗിക്കും, അല്ലെങ്കിൽ വേറെ പണിയൊന്നുമില്ലാതെ നടക്കുന്നവർക്ക് ഒരു ഉപജീവന മാർഗം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം. നിസ്സാരവൽക്കരിച്ച് പ്രിയപ്പെട്ടവരെ ഇതിനെയെല്ലാം പരിഹസിക്കുന്നവരും ഉണ്ടാകാം. പക്ഷേ മോനെ, നാശമാണ് കേട്ടോ. എങ്ങനെ കുറച്ച് പറയും? ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം, അത് ഏറ്റവും വിലയേറിയതായ ദൈവവചനമായിട്ട് സ്വീകരിച്ചില്ലെങ്കിൽ നാശമാണ്. നശിച്ചു പോകുന്നവർക്ക് ഇത് പോഷത്വമാണ്. എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തി. ഇത് ദൈവശക്തിയാണ്. ദൈവമേ, ഞാനൊന്നുമില്ലാത്തവനാണ്, എനിക്ക് കഴിവില്ല കർത്താവേ, എൻ്റെ ബുദ്ധിയും ശക്തിയും എല്ലാം താഴെ വയ്ക്കുന്നു, ഞാൻ അതിലെല്ലാം ആശ്രയിച്ച് മുന്നോട്ട് പോയി, പക്ഷേ ഒന്നും എനിക്ക് നേടാൻ കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല, ഞാൻ നിത്യമായ നിരാശയിലേക്ക് കൂപ്പുകുത്തി വീണു. നിരാശയിൽ കൂപ്പുകുത്തിപ്പോയി. കാരണം എൻ്റെ സ്വന്തം ബുദ്ധി ഞാൻ ഉപയോഗിച്ചു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ജ്ഞാനികളുടെ ജ്ഞാനം അവൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ ചോദിക്കുകയാണ്, അടുത്ത വാക്യം എന്താ? 20-ാം വാക്യം, ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? എല്ലാ ശാസ്ത്രങ്ങളും എല്ലാ അറിവുകളും അറിയാം, ഇല്ല, ലോകപ്രകാരം എല്ലാ ജ്ഞാനവും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ലോകപ്രകാരം നേടാവുന്ന അറിവെല്ലാം നേടും. ദൈവമേ, എന്തുമാത്രം വായിച്ചു കൂട്ടും, ഒരുപാട് ജ്ഞാനം നേടും. തെറ്റല്ല, നല്ലത് തന്നെ പ്രിയപ്പെട്ടവരെ. പക്ഷേ അതെല്ലാം ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് മാർക്കിടരുത്. ദൈവത്തിൻ്റെ വചനത്തിന് വില കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ ജ്ഞാനവും ഈ ശാസ്ത്രമൊക്കെ എവിടെ നിന്നാണ് വന്നേ? ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ചന്ദ്രനിൽ ഇറങ്ങിയതായ ആ വലിയ ശാസ്ത്രജ്ഞന്മാരുടെ, ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ അനുഭവങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. മൈക്കൽ കോളിൻസ് ഒരിക്കൽ, ചന്ദ്രനിലിറങ്ങിയതായ കോളിൻസ് ഒരിക്കൽ പറഞ്ഞു, മനുഷ്യൻ ചന്ദ്രനിൽ നടക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് നിത്യനായ ദൈവം സകലത്തെയും, ചന്ദ്രനെയും ഭൂമിയെയും ആകാശമണ്ഡലങ്ങളെയും സർവ്വചരാചരങ്ങളെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചവനായ ദൈവം ഭൂമിയിൽ നടക്കുന്നത്. കർത്താവായ യേശുവിൻ്റെ മനുഷ്യാവതാരത്തെ അനുസ്മരിച്ചുകൊണ്ട് അന്ന് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തതായ പത്രപ്രവർത്തകരോടെല്ലാം അദ്ദേഹം പറഞ്ഞ വാക്കിതാണ്, മനുഷ്യൻ ചന്ദ്രനിൽ നടക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ്, ശ്രേഷ്ഠമാണ്, മഹത്തരമാണ് ജീവനുള്ള ദൈവം, സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ കൂടെ നടക്കുന്നതെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, കഴിഞ്ഞ വർഷം സുനിത വില്യംസ് എന്ന് പറയുന്ന ഇന്ത്യൻ വംശജയായ ഒരു മഹതിയെ ബഹിരാകാശത്തേക്ക് അയച്ചു. അവർ ഏതാനും ദിവസങ്ങൾ മാത്രം ബഹിരാകാശത്ത് കഴിയുവാനും ചില ഗവേഷണം നടത്തുവാനും പറഞ്ഞയച്ചതാണ്. പക്ഷേ അവർ ഏതാണ്ട് 268 ദിവസം ബഹിരാകാശത്തുകൂടെ ജീവൻ തന്നെ അപകടത്തിലായ അവസ്ഥയിൽ അവർ പറന്നു നടക്കേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം. അവരന്ന് ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നത് കേൾക്കട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ, അതെല്ലാം വായിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം. ദൈവമേ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി.
അവർ ഭയപ്പെട്ടു പോയി പ്രിയപ്പെട്ടവർ. ഇനി തിരിച്ചു വരാൻ സാധിക്കുമോ, ജീവൻ ഇനിയും ഉണ്ടാകുമോ, ഭൂമിയിൽ എവിടെ എത്തുമോ ഒന്നും അവർക്ക് അറിവില്ലാതെ അവർ കറങ്ങി നടക്കാനിടയായി. ഈ യൂണിവേഴ്സിനെ ഈ ബഹിരാകാശത്തെ മുഴുവനായി കറങ്ങി അവർ സഞ്ചരിക്കാൻ എന്ന് ഭൂമിയിൽ എത്തുമോ? കാരണം ആ പേടകം കേടായിപ്പോയി, ശാസ്ത്രത്തിന് തെറ്റുപറ്റി, അവരുടെ ജീവൻ അപകടത്തിലായി പ്രിയപ്പെട്ടവർ. അപ്പോഴും അവർ ഈ ഭൂമിയെല്ലാം ഈ ലോകത്തിലുള്ളതായ ഈ കാഴ്ചകളെല്ലാം സമുദ്രങ്ങളും അതുപോലെ പർവ്വതങ്ങളിൽ നിന്ന് ഒലിക്കുന്നതായ നീരൊഴുക്കുകളും എല്ലാം ഹിമാലയ സാനുക്കളും അവിടെ നിന്ന് ഉത്ഭവിക്കുന്നതായ നദികളും ഇതെല്ലാം പ്രകൃതിയുടെ കാഴ്ചകളെല്ലാം അവർ കണ്ട് വിസ്മയപ്പെട്ടു പോയി എന്നവർ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം, ഇതെല്ലാം സൃഷ്ടിച്ച ഒരാളുണ്ടല്ലോ എന്ന്. അപ്പോൾ അവരുടെ ഉള്ളത്തിലൊരു ചിന്ത വന്നു, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, എത്രയോ മഹത്തായ ഒരു സൃഷ്ടിയാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. ആർക്കും മനസ്സിലാകാത്തത്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ്റെ ബുദ്ധി പരാജയപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് എന്താണ്? അപ്പോസ്തലൻ പറയുകയാണ്, ജ്ഞാനി എവിടെ? ഈ ജ്ഞാനിക്ക് എന്ത് വില? ഈ ഭൂമിയിലുള്ള ഒരു ജ്ഞാനിക്ക് അവൻ എന്തറിയുന്നു? ശാസ്ത്രി എവിടെ? പിന്നെ ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? തർക്കിക്കുമായിരിക്കും. ഈ ലോകത്തിലെ പല കാര്യങ്ങളെയും കുറിച്ച് തർക്കിക്കാൻ നമുക്കറിയാം. ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായികൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ. വളരെ സിമ്പിളായിട്ട് കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, ഒരു പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ മോനെ നിനക്ക് രക്ഷപ്പെടാം. പ്രസംഗം ഭോഷത്വമാണെന്ന് തോന്നുന്നുണ്ട്, യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് ഭോഷത്വമാണെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ ഈ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ മനുഷ്യനെ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവത്തിന് സ്തോത്രം. ജ്ഞാനത്താൽ ദൈവത്തെ മനുഷ്യനറിയില്ല. അവൻ്റെ ജ്ഞാനം കൊണ്ട് ദൈവത്തെ അറിയാൻ അവന് സാധിക്കില്ല. ജ്ഞാനത്തിൽ അവൻ അപഗ്രഥിച്ചാൽ ഒന്നും മനസ്സിലാകുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, പല അനുഭവങ്ങളുമുണ്ട്. ഞാൻ ഈ ഭവന സന്ദർശനത്തിനെല്ലാം പോകുമ്പോൾ പലയിടത്തും ചെന്നപ്പോൾ ഇതുപോലെയുള്ളതായ യുക്തിവാദികളെല്ലാം ചില കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടതൊക്കെ വന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവർ. എന്നാൽ അവരുടെ ഉള്ള മുഴുവൻ നിരാശയാണ്, കുടുംബത്തിന് മുഴുവൻ അസ്വസ്ഥതയാണ്, നിരാശയാണ്. ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവർ. പക്ഷേ അവർ വാദിക്കും, തർക്കിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ജ്ഞാനമല്ല, പ്രസംഗമല്ല, പ്രസംഗത്തിൻ്റെ പോഷത്വത്താൽ മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഒരു പോഷനായിട്ട്, ഒന്നും അറിയാൻ മേലാത്തവനായിട്ട് നിങ്ങൾക്ക് ഈ വചനം സ്വീകരിക്കാമോ? വലിയ ജ്ഞാനം ഒന്നും വേണ്ട പ്രിയപ്പെട്ടവരെ. ദൈവം നിൻ്റെ ബുദ്ധിയെ തുറക്കും. ദൈവം ബുദ്ധിയെ തുറക്കും. ദൈവം ഹൃദയത്തെ തുറക്കും. ദൈവം നിൻ്റെ ആത്മാവിൻ്റെ കണ്ണ് തുറന്നു തരും. സ്തോത്രം. ദൈവം തുറന്നു തന്നാൽ നിനക്കെല്ലാം മനസ്സിലാകും, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാകുകയില്ല. ഈ സ്വർഗം എന്താണെന്നോ, കർത്താവായ യേശുക്രിസ്തു എന്താണെന്നോ, യേശു ഭൂമിയിലേക്ക് വന്നത്, യേശു ക്രൂസിൽ മരിച്ചത്, യേശുവിൻ്റെ രക്തത്താൽ സകലമാന മനുഷ്യരുടെ പാപങ്ങൾക്കും പരിഹാരം വരുത്തി എന്നുള്ളത്, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ സ്വർഗാരോഹണം ചെയ്തു, പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു, സ്വർഗലോകം, നിത്യജീവൻ, ഇതൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ പലർക്കും ഇത് പുച്ഛമാണ്. സ്വന്തം ബുദ്ധിയിൽ അപഗ്രഥിച്ചാൽ ഇതൊന്നും മനസ്സിലാകുകയില്ല. ഈ വിലയേറിയ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. ധ്യാനത്താൽ ദൈവത്തെ അറിയായതുകൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ പോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവമക്കളെ വിശ്വസിച്ചുകൊള്ളുക, കണ്ണു മടച്ച് വിശ്വസിച്ചുകൊള്ളുക. കർത്താവായ യേശുവാണോ പറയുന്നത്? യേശുവിൻ്റെ വചനമാണോ ഈ എഴുതപ്പെട്ട വചനം? പ്രിയപ്പെട്ടവരെ, അത് ഏതെങ്കിലും ദൈവദാസൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കണ്ണീരോടെ കാത്തിരുന്ന് പ്രാപിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വചനമാണോ പറയുന്നത്? സ്വീകരിച്ചു കൊള്ളുക പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ചു കൊള്ളുക. വേറെ വഴിയൊന്നുമില്ല. പ്രസംഗത്തിൻ്റെ പോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവത്തിന് സ്തോത്രം. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഈ ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ് ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തതായ ഞങ്ങളുടെ ആപ്തവാക്യം അതാണ് പ്രിയപ്പെട്ടവരെ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കും. ദ മിഷൻ ഓഫ് ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ്. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ ആപ്തവാക്യം അതാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ആ ക്രിസ്തുവിനെ
ചൂണ്ടിക്കാണിച്ച് വരച്ച് കാണിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് വരച്ച് കാണിക്കുമ്പോൾ, അവനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുന്നവർക്ക് രക്ഷയുണ്ട്, അവർക്ക് നിത്യജീവനുണ്ട്, അവർക്ക് സ്വർഗ്ഗരാജ്യത്തിൻ്റെ അവകാശമുണ്ട്. കാരണം യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി ഹൃദയത്തിൽ സ്വീകരിപ്പാൻ അത് വഴിയൊരുക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് പോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. വിളിക്കപ്പെട്ട ഏവർക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിളിക്കപ്പെട്ടവരാണോ പ്രിയപ്പെട്ടവർ? ശ്രദ്ധിക്കണേ. അതിലെ 26-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. 26-ാമത്തെ വാക്യം, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരെ. ഈ വചനം കേൾക്കാൻ നിങ്ങൾക്ക് ഇടയായെങ്കിൽ നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ്. നിങ്ങൾ ഭൂമിയിൽ ശ്രേഷ്ഠത അല്ലായിരിക്കാം, ആരും തിരിഞ്ഞു നോക്കാത്തവരായിരിക്കാം, അത്താഴപ്പട്ടിണിക്കാരനായിരിക്കാം, നിങ്ങളുടെ കയ്യിൽ ഈ ലോകത്തിൻ്റെ യാതൊരു സമ്പാദ്യങ്ങളോ നിങ്ങളുടെ കയ്യിലില്ലായിരിക്കാം, നിങ്ങൾ രോഗിയായിരിക്കാം, നിങ്ങൾ കഷ്ടപ്പെടുന്നവരായിരിക്കാം, ദൈവത്തിന് സ്തോത്രം, കടബാധ്യതയിൽ വലഞ്ഞു പോകുന്നവരായിരിക്കാം, കുടുംബസമാധാനം ഇല്ലാത്തവരായിരിക്കാം പ്രിയപ്പെട്ടവരെ. പക്ഷേ സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. നിങ്ങളെ കർത്താവായ യേശു വിളിച്ചു. യേശുവിൻ്റെ വിളി നിങ്ങളുടെ മേൽ വന്നു. ഇപ്പോൾ ഈ വചനം നിങ്ങൾ കൈക്കൊള്ളുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മേൽ ആ വിളി വന്നിരിക്കുകയാണ്. മോനെ, നീ നശിക്കണ്ട, മോനെ, നീ നശിച്ചു പോകണ്ട, നീ നിത്യനാശത്തിലേക്ക് പോകണ്ട, നീ നിരാശയിലകപ്പെട്ട് പോകണ്ട. നിൻ്റെ രോഗമാണോ നിൻ്റെ വിഷയം? ഇതാ ഞാൻ നിനക്കുണ്ട്. ഞാൻ നിന്നെ ഈ വചനത്തിൽ കൂടെ നിന്നെ സന്ദർശിക്കുകയാണ്. നിനക്ക് കടബാധ്യതയാണോ? ഒരിക്കലും തീരുകയില്ല എന്ന് വിചാരിച്ച് ജപ്തിയുടെ ഭീഷണിയിലാണോ നീ? മോനെ, നിൻ്റെ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ ഞാൻ ജീവിക്കുന്നുണ്ട്. നിനക്ക് അത്ഭുതകരമായ പരിഹാരവും അതിനുള്ളതായ മോചന മാർഗവും ഇതാ നിന്റെ മുമ്പിലേക്ക് ഇതാ തുറന്നു വരാൻ പോവുകയാണ്. നീ വിശ്വസിച്ചാൽ മാത്രം മതി. ഇതൊരു മനുഷ്യനല്ല, യേശു അവൻ്റെ ശബ്ദം എന്ന് നീ വിശ്വസിച്ചാൽ ഈ മനുഷ്യനെ മാറ്റി നിർത്തിക്കൊള്ളൂ, പ്രസംഗിക്കുന്ന മനുഷ്യനെ മാറ്റി നിർത്തിക്കൊള്ളൂ. ഒരു മനുഷ്യനും ഒന്നുമില്ല കർത്താവേ, പ്രിയപ്പെട്ടവൻ നിങ്ങൾക്ക് തരാൻ ഈ പാവപ്പെട്ടവൻ്റെ കയ്യിൽ ഒന്നുമില്ല. എന്നാൽ യേശു അവൻ വലിയവനാണ്. അവനെ നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങളുടെ വിളി കിട്ടിയവരാണ്, യേശുവിൻ്റെ വിളി കിട്ടിയവരാണ്. അതുകൊണ്ട് അവൻ്റെ വചനം നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും, രോഗങ്ങൾ മാറും. പ്രിയപ്പെട്ടവരെ, രോഗമുള്ള ഭാഗത്ത് യേശു തൃക്കരം വയ്ക്കും. ഇതെല്ലാം യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികളാണ്. അവൻ എവിടെയെങ്കിലും വന്നാൽ അവൻ അത്ഭുതം പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ വചനം എവിടെ സ്വീകരിക്കപ്പെടുന്നുവോ അവിടെ യേശു ഉണ്ട്. ഇതിൻ്റെ ഭവനത്തിൽ യേശുവിനെ സ്വീകരിക്കണമോ? വചനം സ്വീകരിച്ചു കൊള്ളുക, വചനം കേട്ടുകൊള്ളുക, വചനം ധ്യാനിച്ചു കൊള്ളുക, വചനം വായിച്ചു കൊള്ളുക, വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക. യേശുവോടെ വരും പ്രിയപ്പെട്ടവരെ. ഈ വചനത്തോട് നിങ്ങൾ പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ, യേശുവിനോട് പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും പ്രിയപ്പെട്ടവരെ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അനേകം അനുഭവത്തിൽ കൂടിയാണ് പ്രിയപ്പെട്ടവരെ അഴിയൻ നിങ്ങളോട് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എൻ്റെ മകൾ ഒരിക്കൽ ഞങ്ങൾ കുടുംബമായ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. മകളുടെ കാല് പ്രിയപ്പെട്ടവർ മൾട്ടിപ്പിൾ ഫ്രാക്ചറായിട്ട് ഒടിഞ്ഞ് ആശുപത്രിയിൽ കിടക്കുകയാണ്. പിറ്റേ ദിവസം സർജറിക്ക് വേണ്ടി തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും വലിയ ഭാരമാണ്, നിരാശയാണ്. അന്ന് അവൾക്ക് 9 വയസ്സേ ഉള്ളൂ. അവൾ ഭയങ്കര വേദന കൊണ്ട് പൊളയുകയാണ്. ഞങ്ങൾ അവിടുത്തെ ശുശ്രൂഷിക്കുന്ന നേഴ്സുമാരെ വിളിച്ചു. അവർ വന്ന് നോക്കുമ്പോൾ അവർ പറയും, കുഞ്ഞല്ലേ, ഇതിൽ കൂടുതൽ വേദന സംഹാരി കൊടുക്കാൻ പറ്റുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞിൻ്റെ വേദന കണ്ടു നിൽക്കാൻ സഹിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രേഷ്ഠ ദൈവദാസൻ ബഹുമാനപ്പെട്ട യോഹന്നാൻ സാർ അവിടെ ഏതാനും ദേവദാസന്മാരോട് വരെ കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, ആ ഹോസ്പിറ്റൽ മുറിയിൽ കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. സാറൊന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് കുഞ്ഞിനോട് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, മോള് കർത്താവിൻ്റെ ഉള്ളംകരങ്ങളിലാണ് കേട്ടോ, മോള് കർത്താവിൻ്റെ ഉള്ളംകരങ്ങളിലാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞു ദേവദാസൻ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ, അടുത്ത നിമിഷം ഞങ്ങൾ നോക്കുമ്പോൾ കുഞ്ഞ് മുഖം പുഞ്ചിരിക്കുകയാണ്. അവളുടെ മുഖത്ത് നല്ല വിടർന്ന പുഞ്ചിരി. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് അത്ഭുതം. അവൾ അമ്മയെ വിളിക്കും, അമ്മേ എൻ്റെ വേദന മുഴുവൻ മാറിയമ്മേ, എൻ്റെ വേദന മുഴുവൻ മാറി. സാറ് പറഞ്ഞില്ലേ മോള് കർത്താവിൻ്റെ ഉള്ളങ്കരങ്ങളിലാണെന്ന്. അപ്പോൾ എൻ്റെ വേദന മുഴുവൻ മാറിയെന്ന്. പ്രിയപ്പെട്ടവരെ, എന്തൊരു അത്ഭുതം! ഒരു കാര്യം ഞാൻ നിസ്സാരമായൊരു കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനത്തിൻ്റെ ശക്തി. കർത്താവായ യേശു വാക്ക് കൽപ്പിച്ചാൽ അവിടെ അത്ഭുതം നടക്കും, രോഗസൗഖ്യം നടക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ. ദൈവമേ, രോഗമുള്ള ഭാഗമെല്ലാം യേശുവിൻ്റെ മുമ്പിൽ തുറന്നു വയ്ക്കൂ. കടബാധ്യതകൾ തുറന്നു വയ്ക്കൂ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കൂ, നിങ്ങളുടെ ഭാവിയെ സമർപ്പിക്കൂ. വിവാഹം നടന്നിട്ടില്ലല്ലോ, നിനക്കതൊരു വലിയ പ്രശ്നമാണ്.
പ്രയാസമാണല്ലോ, ബുദ്ധിമുട്ടാണല്ലോ, ഒരു ഭാരമാണല്ലോ, വിവാഹം നടന്നിട്ടില്ലല്ലോ, ആ വിഷയം യേശുവിൻ്റെ മുമ്പിൽ നിങ്ങൾ തുറന്നു പറയൂ. ദൈവത്തിന് സ്തോത്രം. ഹൃദയം പകരൂ പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടതുപോലെ പരീക്ഷയെ ജയം നേടാൻ സാധിക്കുന്നില്ല. ദൈവമേ, എന്ത് പരീക്ഷ എഴുതിയാലും തോൽക്കുകയാണ്. എത്ര പ്രാവശ്യം ടെസ്റ്റ് എഴുതി, ഇതുവരെയും പാസ്സായില്ലല്ലോ കർത്താവ്. വിദേശത്തൊരു ജോലിക്ക് വേണ്ടി ഒരുപാട് ശ്രമിച്ചു, ഒരുപാട് പൈസയും മുടക്കി, പല ടെസ്റ്റുകളും എഴുതി, പക്ഷേ പാസ്സായില്ല. ദൈവമേ, ഇതെല്ലാം ഇനിയെല്ലാം എല്ലാം നശിച്ചു. കുടുംബത്തിലുള്ളതായ പൈസയും കടമെടുത്തതും തീർന്നു. എന്നാൽ ജോലി കിട്ടിയില്ല. അനേകരും പ്രിയപ്പെട്ടവരെ യാതനയുടെ നടുവിലാണ്, നിരാശയുടെ നടുവിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആ വിഷയം ഇപ്പോൾ യേശുവിനോട് പറയൂ. നീട്ടിയ ഭുജങ്ങളുമായി യേശു വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ദിവ്യ സാന്നിധ്യം അത് നിങ്ങൾക്ക് തരികയാണ്. ദൈവമേ സ്തോത്രം. യേശുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കൂ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, തിരുരക്തം വാർന്നൊലിക്കുന്ന ക്രിസ്തു, ആ നീട്ടിയ ഭുജങ്ങളുമായി അവൻ നിങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ആണിപ്പാളുടെ കരം നീട്ടിയിട്ടുണ്ട്. പ്രിയരെ, നിങ്ങൾ വിശ്വസിക്കൂ. അവൻ്റെ തൃക്കരം നിങ്ങളുടെ ആ വിഷയത്തിൽ വെക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കൂ. യേശുവേ, നിന്റെ തൃക്കരം ഈ വിഷയത്തിലൊന്ന് വെക്കണമേ. ഒരു സമാധാനം തരണമേ കർത്താവേ, ഒരാശ്വാസം തരണമേ. എൻ്റെ കുഞ്ഞിനൊരു സൗഖ്യം തരണേ കർത്താവേ. അത്ഭുതങ്ങളുടെ ദൈവമേ, നീ ജീവിക്കുന്നല്ലോ കർത്താവേ. ദൈവമേ, ഒരത്ഭുതം എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കുടുംബസമാധാനമില്ലാത്ത അവസ്ഥയാണോ? നിങ്ങൾ യേശുവിനോട് നിങ്ങളുടെ ഹൃദയം നൊന്ത് പറയൂ. യേശുവേ, ഇന്നു മുതൽ ഞാനൊരു പുതിയ സൃഷ്ടിയായി ഞാൻ ജീവിച്ചു കൊള്ളാം. ദൈവമേ, എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക്, അനേകം പ്രശ്നങ്ങൾക്ക് ഞാനും കാരണക്കാരനാണല്ലോ, ഞാനും കാരണക്കാരിയാണല്ലോ കർത്താവേ. മനസ്സലിയണമേ, ഒരു പരിഹാരം തരണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. സമാധാന പ്രഭുവായ യേശുവേ, നീ കടന്നു വന്നാൽ അത്ഭുതമാണല്ലോ. നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, ഇപ്പോൾ സമാധാനമില്ലാത്ത എൻ്റെ ഭവനത്തിലേക്ക് നീ സമാധാന പ്രഭുവായി എഴുന്നള്ളി വരണമേ. എൻ്റെ ഭരണവും എൻ്റെ കുടുംബത്തിൻ്റെ ഭരണവും എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഭരണവും കർത്താവേ നീ ഏറ്റെടുക്കണമേ. അവൻ അത്ഭുതം പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമത്ത് പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. യേശുവിൻ്റെ വിളി കെട്ടിയവരാണ് നാം. ദൈവത്തിന് സ്തോത്രം. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടതിന് തന്നെ. ദൈവത്തിന് സ്തോത്രം. ജ്ഞാനം എവിടെയാണ് അറിവ്? പ്രിയപ്പെട്ടവരെ, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അതുകൊണ്ട് പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. ബുദ്ധി കുറവാണോ പ്രിയപ്പെട്ടവരെ? പഠിക്കുന്ന കുട്ടികൾ, നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ബുദ്ധി ജ്ഞാനവും കുറവാണോ? പഠിച്ചാലൊന്നും മനസ്സിലിരിക്കുകയില്ല, നിങ്ങൾക്ക് ഓർമ്മശക്തി ലഭിക്കുന്നില്ല, നിങ്ങൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ കർത്താവിനോട് പറയൂ. എന്താണ് പറയുന്നത്? ഈ വചനം നിങ്ങൾ ആധാരമാക്കി പറയണം. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. യേശു ക്രിസ്തുവാണ് ജ്ഞാനം. സകല ജ്ഞാനവും യേശു ക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അവനെ കൂടാതെ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. ഈ ലോകം മുഴുവൻ അവനാലുളവായി. ദൈവത്തിൻ്റെ സ്തോത്രം. നാം ജനിച്ചതും അവനാൽ തന്നെ. അവൻ്റെ പരിശുദ്ധാത്മാവ് ദൈവമേ അവൻ്റെ ഹിതപ്രകാരം ലോകത്ത് ജീവിക്കുവാൻ നമുക്കൊരു അവസരം തന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. നാം അവന് വേണ്ടി ജീവിച്ചാൽ നമുക്ക് നീതീകരണം തരാൻ യേശു ജീവിക്കുന്നുണ്ട്. എൻ്റെ പാപങ്ങൾ എത്ര കടുംചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കും. ദൈവത്തിന് സ്തോത്രം. രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിൻ്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടും. ദൈവത്തിൽ നിന്നുള്ള നീതി മോനെ യേശുവിനെ സ്വീകരിക്കുമ്പോൾ നിൻ്റെ മേൽ വരികയാണ്. നിൻ്റെ നീതിപ്രവർത്തികളല്ല, നിൻ്റെ മേൽ ദൈവത്തിൻ്റെ നീതി വരുന്നത് യേശു നീതിയായി നിൻ്റെ ഹൃദയത്തിലേക്ക് വരികയും ക്രൂശിക്കപ്പെട്ട ക്രിസ്തു വരുമ്പോഴാണ് അവൻ നീതീകരണം നമുക്ക് തരുന്നത്. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. അവൻ ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഇത് വിശ്വസിക്കുന്നവർക്ക്
വീണ്ടെടുപ്പ് ലഭിക്കുന്നു. അവൻ്റെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടു. അവൻ ലോകത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടു, പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടു, നരകത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടു, നിത്യനാശത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടു. അവൻ നിത്യജീവൻ്റെ അവകാശിയായി തീർന്നു, സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമേ, വിലതീരാത്ത സ്വർഗീയ നിധി എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന സ്വർഗീയ ഭവനത്തിൻ്റെ അവകാശിയായി തീർന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. ഹല്ലേലൂയ. ഈ ലോകത്ത് പ്രശംസിക്കാൻ വേറെ ഒന്നുമില്ല. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ദൈവമക്കളെ, എന്തിലാണ് പ്രശംസിക്കാനുള്ളത്? ഒന്നുമില്ല പ്രിയരെ. എല്ലാം താഴെ വയ്ക്കൂ. പ്രശംസാ വിഷയങ്ങളെല്ലാം താഴെ വയ്ക്കൂ. ഒരേ ഒരാൾ, ഒരേ ഒരുവൻ മാത്രം പ്രശംസാ വിഷയം. അവനുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, അവനില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെല്ലാം വട്ടപൂജ്യം. യേശു എന്ന ഒന്നില്ലെങ്കിൽ എല്ലാ പൂജ്യങ്ങളാണ് പിന്നീട് വരുന്നതെല്ലാം. ആ പൂജ്യങ്ങളുടെ മുമ്പിൽ ഒന്ന് എന്ന യേശുക്രിസ്തു വന്നാൽ അത് 100 പൂജ്യമാണെങ്കിലും 2 പൂജ്യമാണെങ്കിലും 10 പൂജ്യമാണെങ്കിലും അതിന് വില വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു മുൻപിൽ വരട്ടെ. യേശുവാണ് എല്ലാത്തിൻ്റെയും വില എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കൂ. ഈ വലിയ സ്വർഗീയ സമ്പാദ്യം നിങ്ങളുടേതാകാൻ, സ്വന്തമാകുവാൻ വേണ്ടിയാണ് കർത്താവായ യേശുവിനെ നമുക്ക് ദൈവം തന്നത്, പിതാവാൻ ദൈവം അയച്ചു തന്നത്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യേശു ഇന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരട്ടെ. അവൻ നമുക്ക് വീണ്ടെടുപ്പ് തരട്ടെ. അവൻ നമുക്ക് ശുദ്ധീകരണമായി ഭവിക്കട്ടെ. അവൻ നമുക്ക് പ്രിയപ്പെട്ടവരെ നീതിയായി ഭവിക്കട്ടെ. അവൻ തന്നെ നമ്മുടെ ജ്ഞാനം. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവനെ നിങ്ങൾ സ്വീകരിക്കുമോ? ഈ സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് നിങ്ങളുടെ ജീവിതം പുതിയൊരു ബന്ധാവിൽ കൂടെ ഇന്നു മുതൽ തിരിച്ചുവിടുവാൻ നിങ്ങൾക്ക് മനസ്സാണോ എങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ തലകളെ വണങ്ങുക. യേശു ഇതാ നീട്ടിയ ഭുജങ്ങളുമായി അവൻ്റെ തൃക്കരം നമ്മുടെ നേരെ ഉയർത്തിയിട്ടുണ്ട്. ആ പൊന്നുകരങ്ങളിലേക്ക്, ആ സുരക്ഷിതമായ പൊന്നുകരങ്ങളിലേക്ക്, മോനെ, നിനക്ക് വേണ്ടി തകർക്കപ്പെട്ട, നിൻ്റെ പാപങ്ങൾ വഹിച്ച് അടിയേറ്റതായ, അടിയും തുപ്പലും നിന്നെയും പരിഹാസവും ഏറ്റ യേശു. ഹല്ലേലൂയ. കൈകളും കാലുകളും ആണിയടിച്ച് തകർക്കപ്പെട്ട യേശു. രക്തം വാർന്നൊലിക്കുന്ന യേശു. ചങ്കിലേക്ക് കുന്തം കൊണ്ട് കുത്തി രക്തം ധാരധാരയായി ഒഴി വരുന്ന യേശു. മോനെ, അതെല്ലാം നിൻ്റെ മുമ്പാകെ ആ രക്തം കാണിച്ചുകൊണ്ട് യേശു മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. നിൻ്റെ മുമ്പിൽ വന്ന് കെഞ്ചുകയാണ്. മോനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരുമോ? മോളെ, നിൻ്റെ ഹൃദയം എനിക്ക് തരുമോ? ഞാൻ നിൻ്റെ ഹൃദയത്തിൽ ഒന്ന് വാഴട്ടെ, നിന്നെ ഒന്ന് അനുഗ്രഹിക്കട്ടെ, നിനക്ക് സമാധാനം നൽകട്ടെ, നിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരട്ടെ, നിൻ്റെ കണ്ണുനീർ തുടയ്ക്കട്ടെ, നിത്യജീവൻ്റെ അവകാശിയായി നിന്നെ ഞാൻ തീർക്കട്ടെ, സ്വർഗത്തിൽ നിന്റെ പേര് എഴുതട്ടെ, നിന്നെ ഞാൻ സ്വീകരിക്കട്ടെ, എൻ്റെ മകനായി സ്വീകരിക്കട്ടെ, എൻ്റെ മകളായി സ്വീകരിക്കട്ടെ, സ്വർഗഭവനത്തിൻ്റെ അവകാശിയായി ഞാൻ നിന്നെ സ്വീകരിക്കട്ടെ. അവൻ പറയുന്നു, അവൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കുവേ. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. യേശുവേ, ഞാൻ ഇന്നു മുതൽ നിന്റെ മാത്രം വക. യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഈ നിമിഷം മുതൽ യേശുവേ, ഞാൻ നിന്റെ വകയായി ജീവിക്കും. യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഈ നിമിഷം മുതൽ ഞാൻ നിന്റെ വക. നിങ്ങൾ യേശുവിനോട് വാക്ക് പറയുവിൻ. കരുണയുള്ള കർത്താവേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, നിന്റെ സ്വർഗീയമായ ദാനങ്ങൾക്കായി സ്തുതി, സ്വർഗീയ വചനങ്ങൾക്കായി സ്തുതി, അടിയങ്ങൾക്ക് തന്ന സാന്നിധ്യത്തിനായി സ്തുതി, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ചതിനായി സ്തുതി. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.